എല്ലാ സുഹൃത്തുക്കൾക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലിംഗ വിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് എന്ന ലെസൺ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ലെസണും ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ലെസൺ ഇത് 2 എടുത്തു കഴിഞ്ഞു. അതേപോലെ ഇത് കഴിഞ്ഞു. ഇനി എടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. അതേപോലെ ഇത് 2 ലാസ്റ്റ് എടുക്കാം. ഇനി അതേപോലെ പഞ്ചായത്ത് രാജിൽ വരുന്ന ജനങ്ങൾ അധികാരം ജനങ്ങൾക്ക്. ഈ ലെസൺ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ന്യൂ SCERT ലെസൺ കഴിഞ്ഞു. പക്ഷെ കാണുമ്പോൾ കുറച്ച് ലെസനേ ഉള്ളൂ. പക്ഷെ ഇതില് നമ്മുടെ സിലബസിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അതിലുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ലിംഗ വിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. അതിൽ ലിംഗഭേദവും ലിംഗപദവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ട് പട്ടിക വിപുലീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ലിംഗഭേദം എന്താണ്, ലിംഗപദവി എന്താണ്, എന്താ ഭേദം? ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിൽ ആണിനും പെണ്ണിനും ഉള്ള വ്യത്യാസങ്ങളാണ് കേട്ടോ ലിംഗഭേദം. ക്രോമസോമില് ആണുങ്ങളുടെ അളവല്ല, ക്രോമസോമിന്റെ അളവല്ല പെണ്ണുങ്ങളിൽ. ശരീരഘടന ഒരുപോലെയാണോ? അല്ല. ഹോർമോണുകൾ ഒരുപോലെയാണോ? അല്ല. പ്രത്യുൽപാദന വ്യവസ്ഥ, ശാരീരിക ഘടകങ്ങൾ എന്നിവയെല്ലാം രണ്ടാൾക്കും വ്യത്യസ്തമാണ്. ജന്മന ലഭിക്കുന്നതിനാൽ ഇത് ആരോപിത പദവിയാണ്. ഇനി ലിംഗപദവി ഒരു സാമൂഹിക നിർമ്മിതിയാണ്. പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ നിലകൊള്ളുന്നു. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലിംഗപദവി ഒരു ആർജിത പദവിയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെ. അപ്പൊ ആണാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും അത് ആണായിട്ട് ഇരിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും വേദനകൾ സഹിച്ചും ഒക്കെ അവര് എന്ത് ചെയ്യുന്നത്, പെണ്ണിലേക്ക് മാറുന്നത്. അതേപോലെ പെണ്ണ് എന്താണെന്നത് തിരിച്ച് ആണിലേക്ക് മാറുന്നത്. ഇത് ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇനി ആരോപിത പദവിയും ആർജിത പദവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആരോപിത പദവി എന്ന് പറഞ്ഞാൽ ലിംഗഭേദം, ആർജിത പദവി എന്ന് പറഞ്ഞാൽ ലിംഗ പദവി അല്ലെ. എന്തൊക്കെയാണ് വ്യത്യാസം? ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. അത് നമ്മൾ പറഞ്ഞു അല്ലെ, ശരീരഘടനകളിലും ക്രോമസോമിലും ഒക്കെ ഇതായിട്ട്. ഉദാഹരണം പ്രായം, വംശം, ലിംഗഭേദം അല്ലെ. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. വിദ്യാഭ്യാസ യോഗ്യത അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. നമ്മുടെ വരുമാനം, തൊഴില്, വൈദഗ്ധ്യം. ഓക്കെ, ഇനി എന്താണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത് നോക്കാം. സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹിക ശ്രേണീകരണം ചോദിച്ചാൽ, തുല്യതയില്ലാത്ത തരത്തില് അല്ലെ, നമുക്കറിയാം പണമില്ലാത്ത രീതിയിലും നിറത്തിന്റെ ഇതിലും രൂപത്തിന്റെ എല്ലാത്തിലും എന്ത് ചെയ്യും, സാമൂഹികമായിട്ട് ഒരു സ്ഥാനം കൊടുക്കും അല്ലെ. അതിന് ഉദാഹരണമാണ് അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ എന്നിവയൊക്കെ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി ആരാണ്? ഗവേഷണം നമുക്കറിയാം പ്രീവിയസ് ചോദിച്ചു വരുന്നത് ഇതേ ലെവല്, ഇതേ എല്ലാ സ്റ്റേറ്റ്മെന്റും ഇട്ടിട്ട് 2025 ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും അതിലുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും ആയിരുന്നു. ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്? ക്ലോഡിയ ഗോൾഡിനാണ്. തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചിട്ടായിരുന്നു പഠനം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചിട്ടായിരുന്നു അവർ ഗവേഷണം ചെയ്തത്. പഠിക്കണം. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി എന്താണ് പങ്ക്? ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഇനി ലിംഗ പദവിപരമായ പങ്ക് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം എന്നും എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്നുമുള്ള പ്രതീക്ഷകളാണ് ലിംഗ പദവിപരമായ പങ്ക് എന്ന പദം സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗ പദവിപരമായ പങ്ക് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭാഷ വഴിയുള്ള വാർപ്പ് മാതൃക ഉറപ്പിക്കലിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം? ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങളും പ്രയോഗങ്ങളും ഇതിനെ ചെറുക്കാനുള്ള മാർഗങ്ങളാണ്. ഞാൻ ഈ ലെസണിൽ കൊടുത്തത് ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ഇവിടെ നമുക്ക് ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്.
അതേപോലെ 2023 നോബൽ സമ്മാനം, അതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത് ഏത് നിയമത്തിലൂടെയാണ്? 1987 സതി നിരോധന നിയമമാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റ് സതി എന്താ സതി, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യണം? ആ ചിതയില് എടുത്ത് ചാടണം അല്ലേ? അതൊരു ആചാരം ആദ്യം ഉണ്ടായിരുന്നതാണ്. അപ്പൊ പിന്നീട് 1987 സതി നിരോധന നിയമം വഴിയാണ് അത് നിർത്തലാക്കിയത്. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഭരണഘടനയുടെ അനുച്ഛേദം 17ലൂടെയും 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ്. പ്രീവിയസ് ചോദ്യമാണ്. അനുച്ഛേദം 17 പാസ്സാക്കിയത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം 17 പാസ്സാക്കിയത് കേട്ടോ. അങ്ങനെ 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയുമാണ് തൊട്ടുകൂടായ്മ എന്ന ആചാരം നിരോധിക്കപ്പെട്ടത്. സാമൂഹിക വഴക്കങ്ങൾ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ വഴക്കങ്ങൾ ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം, പെരുമാറ്റം, മനോഭാവം എന്നിവയുടെ അലിഖിത നിയമങ്ങളുമാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നത് നന്ദി പറയുമ്പോൾ. ഇനി നിയമങ്ങൾ എന്നും വഴക്കങ്ങൾ എന്നും വർഗീകരിച്ച് പട്ടികപ്പെടുത്തുക. കുടിവെള്ളം പാഴാക്കരുത്, അത് എന്താണ്? നിയമമാണ്. ഒരു വ്യക്തിയെയും ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത്. മുതിർന്നവരെ ബഹുമാനിക്കണം, അത് നിയമമാണോ? അല്ല, അതൊരു വഴക്കമാണ് അല്ലെ? ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായി ഹെൽമറ്റ് ധരിക്കണം, അത് നിയമമാണ്. ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, അത് നിയമമാണ്. നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്, അത് നിയമമാണ്. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കണം, അതെന്താണ്? അതൊരു നിയമമാണ് അല്ലെ? സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും കുറ്റമാണ്, അതും എന്താ? നിയമമാണ്. ഇനി നോക്കിക്കേ, നിയമങ്ങളും വഴക്കങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രത്യേകം നോക്കുക കേട്ടോ. ഇവിടെ വഴക്കത്തിൽ വരുന്നതാണ് കേട്ടോ. മുതിർന്ന പൗരരെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ വരും അല്ലേ? ഒരു നിയമം ഉണ്ട് അല്ലേ? മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള നിയമമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നിയമങ്ങളിലേക്ക് എത്തും. നോക്കാം കേട്ടോ. നമ്മൾ ഇത്ര നേരം വായിച്ചതിൽ നിയമങ്ങൾ എന്താണ്, വഴക്കങ്ങൾ എന്താണെന്ന് നോക്കാം. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിർബന്ധമായി ഹെൽമെറ്റ് ധരിക്കണം, നിയമമാണ്. നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതൊരു വ്യക്തിക്കും അവകാശമുള്ള നിയമം. സ്ത്രീധനം വാങ്ങുന്നത് നൽകുന്നത് കുറ്റകരമാണ്, നിയമം. കുടിവെള്ളം പാഴാക്കരുത്, വഴക്കമാണ്. കുടിവെള്ളം പാഴാക്കരുത്, അതൊരു വഴക്കമാണ്. നമ്മളത് ചെയ്യാട്ടോ. ഒരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കരുത്, വഴക്കമാണ്. മുതിർന്ന പൗരരെ ബഹുമാനിക്കണം, പ്രത്യേകത്തിന്റെ പേരിൽ ആരെയും നിർത്തരുത്, മുതിർന്ന പൗരത്തെ. ഓക്കെ. അടുത്ത വാർപ്പ് മാതൃക. എന്താ വാർപ്പ് മാതൃക? സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളെയും ജനതകളെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക, സ്റ്റീരിയോ ടൈപ്പ്. ഇനി ലിംഗ പദവി. വാർപ്പ് മാതൃകകളുടെ ഉദാഹരണം ഇതാണ്. എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്. കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. സ്പോർട്സ്, ഡ്രൈവിംഗ് എന്നിവ കൂടുതലായും യോജിച്ചത് ആൺകുട്ടികൾക്കാണ്. പ്രയാസമേറിയ ജോലികൾ കൂടുതലും പുരുഷന്മാരാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പൊതുവെ കഠിനമായ ശാരീരികാധ്വാനം ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ കഴിയില്ല. ലിംഗ പദവി വാർപ്പ് മാതൃകയെ ബലപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ആ ലിംഗ പദവി കൊണ്ട്? ലിംഗ പദവി വരുമ്പോൾ ഇപ്പൊ ആണ് പെണ്ണ്, ഒരു ആണും പെണ്ണും ഒരു വീട്ടിൽ കറക്റ്റ് രണ്ടുപേരും ഒരുമിച്ച് നിന്നാലാണ് എന്ത് ചെയ്യുക? ബലപ്പെടുത്തുള്ളൂ അല്ലെ? ഒരു കുടുംബം ബലപ്പെടുത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, മാധ്യമങ്ങള്, സാഹിത്യം, ഭാഷ, കല. ഇനി ഭാഷയിൽ പ്രയോഗിക്കുന്ന ലിംഗ പദവി ഉൾച്ചേർന്ന പദങ്ങള്. ടീച്ചർ അല്ലേ? ടീച്ചർ അല്ലെ? മാഷ് എന്ന് പറയും അല്ലെ? നമ്മൾ എന്താ അവിടെ ലിംഗ പദവി ഉപയോഗിച്ചു? നഴ്സ്, ലീഡർ, ക്ലാർക്ക്, ഡ്രൈവർ, വക്കീൽ, അറ്റൻഡർ. കണ്ടോ? ലിംഗ പദവി ഉൾച്ചേർന്നതാണ്. അറ്റൻഡർ ആണായാലും പെണ്ണായാലും അറ്റൻഡർ എന്ന് പറയും അല്ലേ? വക്കീൽ, അത് ആണായാലും പെണ്ണായാലും എന്ത് പറയും? വക്കീലാണ് പറയും. ഡ്രൈവർ, രണ്ടാൾക്കും ഡ്രൈവറിന്. അവിടെ രണ്ടാൾക്കും ഒരേ ലിംഗ പദവി തന്നെയാണ്. ക്ലാർക്ക്, ലേഡി ഉണ്ടാകും, പുരുഷനുണ്ടാകും. ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. എന്താണ് ലിംഗത്തിന്റെ പേരില് ഉണ്ടാകുന്ന അതിക്രമങ്ങൾ? സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കും അല്ലെ? ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പൊതുയിടങ്ങളിൽ നേരിടുന്ന അവഹേളനം. അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇപ്പോ നമ്മൾ യൂട്യൂബുകളിലും വീഡിയോകളിലൊക്കെ കാണുമ്പോൾ അവരൊക്കെ നല്ല മേക്കപ്പ് ചെയ്ത്, പക്ഷെ അവര് ഒരു സമൂഹത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരെ തൊട്ട് നിന്നടക്കം പുച്ഛിച്ച് പരിഹസിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. ലൈംഗിക അതിക്രമം, പെൺ ഭ്രൂണഹത്യ അല്ലെ? എന്താണ്? ഗർഭം ധരിക്കുന്ന സമയത്ത് തന്നെ കുട്ടി പെണ്ണാണെന്ന് അറിഞ്ഞാൽ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ കുട്ടിയെ നശിപ്പിക്കുക അല്ലെ? പെൺ ഭ്രൂണഹത്യ. ന്യായ സമൂഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന സമൂഹമാണ് ന്യായ സമൂഹം. സമൂഹത്തിൽ ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും കാരണമാകുന്നത് എന്താണ്? ലിംഗപദവിപരമായ പങ്ക്, വഴക്കങ്ങൾ, വാർപ്പ് മാതൃക ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നു. വിവേചനത്തിനെതിരെ കേരളത്തിൽ നടന്ന പോരാട്ടങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ഒക്കെ പഠിക്കണം കേട്ടോ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കുറിച്യർ ലഹള, ചാന്നാർ ലഹള, അതേപോലെ വില്ലുവണ്ടി സമരം. ജാതി വിവേചനത്തോടൊപ്പം അധികമായി ലിംഗവിവേചനം കൂടി നേരിട്ട സ്ത്രീകൾ ചരിത്രത്തിൽ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഉദാഹരണം കല്ലുമാല സമരം, മേൽമുണ്ട് സമരം കേട്ടോ. കല്ലുമാല സമരം അയ്യങ്കാളി അല്ലേ?
അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. പഠിച്ചു വെക്കണം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. അനുച്ഛേദം 14 ലിംഗ പദവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ ലിംഗ പദവികൾക്കും തുല്യ അവകാശം അല്ലെ, സമത്വം എന്ന് പറയുന്നത്. അനുച്ഛേദം 15 ഒരു വ്യക്തിക്ക് ലിംഗ പദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. അനുച്ഛേദം 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. 19(1)(a) എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായിട്ട് വേഷം, പെരുമാറ്റം, പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗ പദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. അനുച്ഛേദം 21 എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. 51(a)(e) ആണ് സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളില് വരാത്തത് ഏത് എന്ന് വരും. അപ്പൊ ശ്രദ്ധിക്കണം. 14, 15, 16, 14, 15, 16, 19(1)(a), 21, 51(a). ഇതിൽ തന്നിട്ട് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാൻ തരും. നന്നായിട്ട് ഇത് വായിക്കാം. ലിംഗവിവേചനം ഇല്ലായ്മ ചെയ്യാനും ഭരണഘടനാപരമായ തുല്യതയും സ്വാതന്ത്ര്യവും എല്ലാ ലിംഗ പദവിയിലുമുള്ള വ്യക്തികൾക്കും ലഭിക്കാനും എന്താണ്. ഇത് ഞാൻ സ്പീഡ് വായിച്ചിട്ടു വേണ്ടവിടെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയില്ലാത്തത് സിമ്പിൾ ആയിട്ട് വായിച്ചു പോവാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലെത്തി വായിച്ചാൽ മതി കേട്ടോ. 2 മാർഗങ്ങൾ. ലിംഗ പദവി തുല്യത പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം ഉറപ്പാക്കുക. മനസ്സിലായോ? അതായത് ആണ് പെണ്ണ് എന്ന വ്യത്യാസം ഇല്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ലിംഗ പദവി ഉൾച്ചേർന്നതും തുല്യതയും ഉറപ്പാക്കുന്ന തൊഴിലിടങ്ങൾ ലഭ്യമാക്കണം. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് പദവി ഇത് കൊടുക്കുക. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു ആണും പെണ്ണും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ല. പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുക്കും, സ്ത്രീകൾ രണ്ടാമതാണ്. അതേപോലെ രണ്ടാളും ഒരേ പണിയായിരിക്കും ചെയ്യുന്നത്, ശമ്പളമാർക്കായിരിക്കും കൂടുതൽ, ആണിനായിരിക്കും അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്ലാസ്സിലുള്ളത്. വേണ്ട ഭാഗങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് തന്നിട്ട് ആ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കാം. അങ്ങനെ ഈ ലെസൺ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ഷെയറുകളും ഒക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഊർജ്ജം. അപ്പൊ തീർച്ചയായിട്ടും പരമാവധി സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലും ചാനലുകളിലും ഒക്കെ നിങ്ങൾ നമ്മുടെ ഈ ചാനലൊന്ന് എന്ത് ചെയ്യുക, ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നന്ദി.